GPT-3 പോലെയുള്ള കോടിക്കണക്കിന് പാരാമീറ്ററുകളുള്ള വലിയ AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡലുകളെ ട്രെയിൻ ചെയ്യുകയും ഡിപ്ലോയ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് മൾട്ടിപ്പിൾ ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ്സ് ഉള്ള വലിയ ക്ലസ്റ്റർ സെർവറുകൾ ഉപയോഗിച്ചാണ്. വായു മലിനീകരണവും അതേപോലെ കാർബൺ എമിഷനുമെല്ലാം AIയുടെ അറിയപ്പെടുന്ന പാരിസ്ഥിതിക ആഘാതങ്ങളാണ്. എന്നാൽ അധികം ആർക്കും അറിയാത്ത മറ്റൊരു കാര്യം കൂടി AIയെ സംബന്ധിച്ചിട്ട് ഉണ്ട്. അവരെല്ലാം വെള്ളം കുടിച്ചു പറ്റിക്കുന്ന പെരുവയറന്മാരാണ്. ഈ വീഡിയോയ്ക്ക് അല്പം നീളം കൂടിപ്പോയേക്കാം, എന്നിരുന്നാലും ഇത് നിങ്ങൾ മുഴുവനായും കാണണം. ഇത് കാണുന്ന ഒട്ടുമിക്ക ആളുകൾക്കും ഇതൊരു പുതിയ അറിവായിരിക്കും, സംശയമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. നമസ്കാരം, അജയ്സ് പ്രസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെള്ളം കുടിക്കുമോ എന്ന തമ്പനയിൽ കണ്ട് ആരും കൺഫ്യൂസ്ഡ് ആകണ്ട. AI സ്വയം വെള്ളം കുടിക്കുമൊന്നുമില്ല, സ്വയം വെള്ളം ചെലവഴിക്കുന്നതുമല്ല. പക്ഷേ അതിനെ പവർ ചെയ്യുന്ന ഡാറ്റാ സെൻറ്ററുകളെ തണുപ്പിക്കുന്നതിന് വലിയ അളവിൽ വെള്ളം ആവശ്യമായി വരുന്നു. 2027 ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കുള്ള വെള്ളത്തിൻ്റെ ആഗോള ഉപയോഗം 4.2 മുതൽ 6.6 ബില്യൺ ക്യൂബിക് മീറ്റർ വരെ എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. അതായത് 6,60,000 കോടി ലിറ്റർ വെള്ളം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ ഇടുക്കി ഡാമിൽ ഇപ്പോഴുള്ള വെള്ളം ഏകദേശം 199 കോടി 60 ലക്ഷം ക്യൂബിക് മീറ്റർ വെള്ളമാണ് എന്ന് പറയുമ്പോൾ AI സെർവറുകളെ തണുപ്പിക്കുവാൻ ആവശ്യമായി വരുന്ന വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് ഊഹിക്കുവാൻ കഴിയും. AIയോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ കോംപ്ലക്സിറ്റി കൂടും തോറും വെള്ളത്തിൻ്റെ ഉപയോഗവും കൂടും. അപ്പോൾ AI അൽഗോരിതങ്ങൾ വെള്ളം കുടിക്കുന്നതല്ലെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചർ പരോക്ഷമായി വെള്ളത്തിൻ്റെ ഉപയോഗം ആവശ്യപ്പെടുന്നു. എന്നാൽ ഇത് എങ്ങനെയാണ്, ഏത് വ്യവസായങ്ങളെയാണ് ഇത് പ്രതികൂലമായി ബാധിക്കുവാൻ പോകുന്നത്? ഓർക്കണം, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് 2027 ആവശ്യമായി വരുന്ന വെള്ളത്തിൻ്റെ അളവാണ്. ഈ വിഷയം നിസ്സാരമല്ല എന്നതാണ് ഇത് ഉയർത്തുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഈ വീഡിയോയിൽ AIയുടെ ഡിജിറ്റൽ പൈപ്പ് ലൈനുകളിലൂടെ ഒഴുകുവാൻ പോകുന്ന നമ്മൾ കാണാത്ത വെള്ളത്തിൻ്റെ മറഞ്ഞിരിക്കുന്ന യാത്രയിൽ ഏറ്റവും അധികം ഇത് ബാധിക്കുവാൻ പോകുന്നത് ഏതേത് മേഖലകളിലാണ് എന്നതും നമ്മൾ അതിൻ്റെ വ്യാപകമായ പാരിസ്ഥിതിക ആഘാതങ്ങളെയുമാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നതും പരിശോധിക്കുന്നതും. 1. AI എത്രമാത്രം വെള്ളം ഉപയോഗിക്കുന്നു. 2. AI എങ്ങനെയാണ് വെള്ളം ഉപയോഗിക്കുന്നത്. 3. AI വെള്ളം ഉപയോഗിക്കുന്നത് മൂലം ഏതേത് വ്യവസായങ്ങളെയെല്ലാമാണ് ഇത് ബാധിക്കുക. AIയുടെ വെള്ള ഉപയോഗത്തിൻ്റെ പാരിസ്ഥിതിക ആഘാതങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് നോക്കാം. 1. AI എത്രമാത്രം വെള്ളം ഉപയോഗിക്കുന്നു. ഈ AI എത്രമാത്രം വെള്ളം ഉപയോഗിക്കുന്നു എന്ന് നിർണ്ണയിക്കുക അല്പം കുഴപ്പം പിടിച്ച ഒരു പണിയാണ്. കാരണം വ്യത്യസ്തങ്ങളായ പ്രോസസ്സുകളാണ് വെള്ളം ചെലവഴിക്കുന്നത്. എന്നാൽ ചില കണക്കുകൾ അവൈലബിൾ ആണ്. അത് നമ്മളെ വെള്ളത്തിൻ്റെ ഉപയോഗം എത്രമാത്രം ഉണ്ട് എന്നറിയുവാൻ സഹായിക്കും. അമേരിക്കയിൽ നടത്തിയ ചില പഠനങ്ങൾ, ചില ഗവേഷണങ്ങൾ കണ്ടെത്തിയത് ഒരു വലിയ ഡേറ്റാ സെൻറ്റർ പ്രതിദിനം 4200 വ്യക്തികൾ ഉപയോഗിക്കുന്നതിന് തുല്യമായ വെള്ളം ഉപയോഗിക്കുന്നു എന്നാണ്. ഒരാൾ പ്രതിദിനം 132 ഗാലൻ വെള്ളം ഉപയോഗിക്കുന്നു എന്ന കണക്കിൽ 4200 ഗുണം 132 ഗാലൻ എന്ന് പറയുമ്പോൾ 5,54,000 ഗാലൻ വെള്ളമാണ് ഒരു AI ഡേറ്റാ സെൻറ്റർ ഉപയോഗിക്കുന്നത്. ഈ ഒരു ലെവലിലുള്ള വെള്ളത്തിൻ്റെ ഉപയോഗം AI ഡേറ്റാ സെൻറ്ററുകളെ അമേരിക്കയിലെ ഏറ്റവും അധികം വെള്ളം ഉപയോഗിക്കുന്ന 10 വ്യവസായങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നു. നമുക്കറിയാം AI തന്നെ ശൈശവ ദശയിലാണ്. അപ്പോൾ ഇനിയും AI കൂടുതൽ വളരുമ്പോൾ, AI ഡേറ്റാ സെൻറ്ററുകൾ കൂടുതലായി ഉയർന്നു വരുമ്പോൾ വെള്ളത്തിൻ്റെ ഉപയോഗം എത്രയോ ഇരട്ടി വർദ്ധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു വെള്ളത്തിൻ്റെ അനിയന്ത്രിതമായ ഉപയോഗം സസ്റ്റൈനബിലിറ്റിയെക്കുറിച്ചുള്ള ആശങ്കകൾ വലിയ തോതിൽ ഉയർത്തുന്നു, പ്രത്യേകിച്ചും ജലക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിൽ. അപ്പോൾ പിന്നെ എന്താണ് പരിഹാരം? AI കൂടുതൽ വികസിച്ചു വരുന്നതോടെ കൂടുതൽ കാര്യക്ഷമമായ സാങ്കേതിക വിദ്യകളും ഉത്തരവാദിത്വപൂർണമായ വിഭവ ഉപയോഗവും ഈ മേഖല ആവശ്യപ്പെടുന്നു. ഇനിയാണ് നമ്മൾ പ്രധാനമായ കാര്യത്തിലേക്ക് വരുന്നത്. AI എങ്ങനെയാണ് വെള്ളം ഉപയോഗിക്കുന്നത്? നമ്മൾ ചിന്തിക്കുന്നതും കരുതുന്നതും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നാൽ ക്ലൗഡിലുള്ള വെറും ഒരു ഡിജിറ്റൽ ഫോഴ്സ് മാത്രമാണ് എന്നാണ്. അതിന് നമ്മുടെ ഫിസിക്കൽ വേൾഡിൽ പ്രത്യേകിച്ച് ഒരു സ്വാധീനവും ചെലുത്താൻ ആകുന്നില്ല എന്നാണ്. പക്ഷേ ഇത് തീർത്തും ശരിയല്ല.
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് നമ്മുടെ ഭൗതിക ലോകത്ത് സാരമായ സ്വാധീനം ചെലുത്തുവാൻ കഴിയും. അതിപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുമുണ്ടാകും. ചോദ്യം ഇതാണ്, എങ്ങനെ? AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെള്ളം ഉപയോഗിക്കുന്നത് കൂളിങ്ങിനാണ്, അല്ലെങ്കിൽ തണുപ്പിക്കാനാണ്. ഇതിനെ നമുക്ക് ഓൺസൈറ്റ് വാട്ടർ കൺസംഷൻ എന്ന് പറയാം. ഡേറ്റാ സെൻറ്ററുകളിൽ ആയിരക്കണക്കിന് കമ്പ്യൂട്ടറുകൾ റൗണ്ട് ദ ക്ലോക്ക് 24 മണിക്കൂറും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അക്കങ്ങൾ കൊണ്ട് കണക്കുകൾ കൂട്ടുകയും ഡേറ്റ മാനേജ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ കമ്പ്യൂട്ടറുകൾ കണ്ടമാനം ചൂട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കമ്പ്യൂട്ടറുകൾ ചൂടാകുമ്പോൾ അവയുടെ സുഗമമായ പ്രവർത്തനം സാധ്യമാക്കുന്നതിന് അവരെ തണുപ്പിക്കുവാൻ വെള്ളം ആവശ്യമായി വരുന്നു. കൂളിംഗ് സിസ്റ്റത്തിൽ ഈ വെള്ളം ഉപയോഗിച്ചുകൊണ്ട്, കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ പൈപ്പുകളിലൂടെ വെള്ളം സർക്കുലേറ്റ് ചെയ്യിച്ചുണ്ടാകുന്ന ചൂടിനെ അബ്സോർബ് ചെയ്യുകയും അതല്ല എങ്കിൽ ഇവാപ്പറേറ്റീവ് കൂളിംഗ് ടവേഴ്സ് ഉപയോഗിച്ചും ഇങ്ങനെ കമ്പ്യൂട്ടറുകൾ ചൂടിനെ കുറച്ചുകൊണ്ട് വരുവാനാകും. ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ സെർവറുകൾ ഓവർ ഹീറ്റായി ഷട്ട് ഡൗൺ ചെയ്യപ്പെടും. അങ്ങനെ വന്നാൽ എല്ലാ AI സർവീസുകളും നിശ്ചലമാകും. ചുരുക്കത്തിൽ നിങ്ങൾ AIക്ക് കൊടുക്കുന്ന ഓരോ പ്രോംപ്റ്റും സെർച്ചും റെക്കമെൻഡേഷനും സാധ്യമാകുന്നത് AIയുടെ പിന്നിൽ നമ്മൾ കാണാത്ത ഒരു സ്ട്രീം ഓഫ് വാട്ടർ ഉണ്ട് എന്നറിയുക. 1 ദശലക്ഷം ആളുകൾ ഓരോ ദിവസവും 10-100 വാക്കുകളുടെ പ്രതികരണങ്ങൾ സൃഷ്ടിക്കുകയാണെങ്കിൽ അതുമാത്രം പ്രതിദിനം 5 ദശലക്ഷം ലിറ്റർ ശുദ്ധമായ വെള്ളത്തിന് തുല്യമായിരിക്കും. സെർവറുകൾ തണുപ്പിക്കുവാൻ ഉപയോഗിക്കുന്നത് ഏകദേശം 25,000 ആളുകളുടെ ദൈനംദിന കുടിവെള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന വെള്ളം ആണ് എന്നതാണ് സംഭവത്തിൻ്റെ ഗൗരവം കൂട്ടുന്നത്. ഇത് മാത്രമല്ല, പരോക്ഷമായും AI വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെ നമുക്ക് ഓഫ് സൈറ്റ് വാട്ടർ കൺസംഷൻ എന്ന് പറയാം. എങ്ങനെയെന്നല്ലേ? AI ഡേറ്റാ സെൻറ്ററുകൾക്ക് പവറപ്പ് ചെയ്യുന്ന വൈദ്യുതിയുടെ ഉൽപ്പാദനത്തിലും വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. പല പവർ പ്ലാന്റുകളും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഒന്നുകിൽ സ്റ്റീം ഉപയോഗിച്ച് ടർബൈനുകൾ കറക്കുന്നതിന്, അല്ലെങ്കിൽ മെഷീനറി തണുപ്പിക്കുന്നതിനും. AIയുടെ ഉപയോഗം ഇനിയും കൂടുന്തോറും വൈദ്യുതി ഉപയോഗവും കൂടും. സ്വാഭാവികമായും വെള്ളത്തിൻ്റെ ഉപയോഗവും കൂടും. അതായത് ഡേറ്റാ സെൻറ്ററുകൾ വെള്ളം ഉപയോഗിക്കുന്നില്ല എങ്കിൽ പോലും അവരുടെ എനർജി സോഴ്സിന് ദാഹം ഉണ്ടാകും. ഇതൊന്നും കൂടാതെ AIക്ക് മറ്റൊരു രീതിയിലുള്ള വെള്ളം ഉപയോഗമുണ്ട്. എംബോഡീഡ് വാട്ടർ കൺസംഷൻ എന്നാണ് ഇതിനെ പറയുക. ഉദാഹരണത്തിന് ഇത്രയേ ഉള്ളൂ. ഒരു മൈക്രോ ചിപ്പ് നിർമ്മിക്കുവാൻ ഏകദേശം 2200 ഗാലൻ അൾട്രാ പ്യുവർ വാട്ടർ ആവശ്യമായി വരുന്നുണ്ട്. AI അങ്ങനെ കൂടുതൽ വ്യാപകമാകുമ്പോൾ കമ്പനികൾ വെള്ളത്തിൻ്റെ ഉപയോഗം എങ്ങനെ കുറയ്ക്കാമെന്ന ചിന്തയിലാണ്. ചില കമ്പനികൾ കൂടുതൽ തണുത്ത കാലാവസ്ഥയുള്ള പ്രദേശങ്ങളിൽ ഡേറ്റാ സെൻറ്ററുകൾ സ്ഥാപിക്കുന്നതിനുള്ള അന്വേഷണത്തിലാണ്. മറ്റു ചിലരാണെങ്കിൽ വെള്ളം കുറവ് ഉപയോഗിക്കുന്ന കാറ്റും സോളാറും പോലെയുള്ള റിന്യൂവബിൾ എനർജി സോഴ്സസിൽ നിക്ഷേപിക്കുന്ന തിരക്കിലുമാണ്. മാത്രമല്ല, വെള്ളത്തെ ആശ്രയിക്കാത്ത പുതിയ കൂളിംഗ് ടെക്നോളജീസിന് വേണ്ടിയുള്ള റിസർച്ചിലാണ് പല കമ്പനികളും. AI വെള്ളം ഉപയോഗിക്കുന്നത് മൂലം ഏതേത് വ്യവസായങ്ങളെയെല്ലാമാണ് ഇത് ബാധിക്കുക? കൂടുതൽ വ്യവസായങ്ങൾ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുവാൻ ശക്തിയേറിയ ഡേറ്റാ സെൻറ്റേഴ്സിനെ ആശ്രയിക്കുന്നത് മൂലം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വെള്ളത്തിൻ്റെ ഉപയോഗം കൂടുന്നു. AIയുടെ ഡിമാൻഡ് കൂടുന്നത് മൂലം ഡേറ്റാ സെൻറ്ററുകളുടെ ദാഹവും കൂടുന്നു. ഈ ഒരു വളരുന്ന ട്രെൻഡിനോടൊപ്പം ഏതേത് വ്യവസായങ്ങളെയാണ് അത് ബാധിക്കുക എന്നുകൂടി നമുക്ക് ഒന്ന് നോക്കാം. ഒന്നാമത്തേത് ടെക്നോളജിയും ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങുമാണ്. ഓരോ തവണയും സ്മാർട്ട് അസിസ്റ്റൻറ്റിനോട് നിങ്ങൾ ഓരോ ചോദ്യവും ചോദിക്കുമ്പോഴും ഡേറ്റാ സെൻറ്ററുകൾ ജാഗരൂകമാകുന്നു. അവരുടെ പ്രവർത്തനവും ആരംഭിക്കുന്നു. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഭീമന്മാരായ ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ എല്ലാവരും ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് ഗാലൻ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇനി AI മോഡലുകൾ കൂടുതൽ സങ്കീർണമാകും തോറും കൂളിംഗ് എന്ന ആവശ്യകത കൂടി വരും. ഇതിൻ്റെ അർത്ഥം ടെക് കമ്പനികൾ ഇന്നൊവേഷനും സുസ്ഥിരതയും തമ്മിലുള്ള ഒരു സന്തുലനം നിലനിർത്തുകയും ഒപ്പം വെള്ളത്തിൻ്റെ ഫുട്പ്രിൻ്റ് പരമാവധി കുറച്ചുകൊണ്ട് വേഗതയേറിയതും വിശ്വാസ്യത ഉള്ളതുമായ സർവീസ് കൊടുക്കുകയും ചെയ്യണം. മറ്റൊരു വ്യവസായം മാനുഫാക്ചറിങ്, അതുപോലെ ഓട്ടോമോട്ടീവ് വ്യവസായമാണ്. മാനുഫാക്ചറിങ് എക്കാലവും റിസോഴ്സ് ഇൻറ്റൻസീവാണ്. എന്നാൽ AIയുടെ ഈ അഭൂതപൂർവമായ വളർച്ച ഈ ഇക്വേഷനും ഒരു പുതിയ ലെയർ നൽകുന്നുണ്ട്. ഫാക്ടറികൾ AI ഉപയോഗിച്ച് പ്രൊഡക്ഷൻ ലൈനുകൾ ഓപ്റ്റിമൈസ് ചെയ്യുന്നു. മെയിൻ്റനൻസ് ആവശ്യമുണ്ടെങ്കിൽ അത് മുൻകൂട്ടി അറിയിക്കുന്നു. അതേപോലെ ക്വാളിറ്റി കൺട്രോൾ മെച്ചപ്പെടുത്തുന്നു. ഇതെല്ലാം നല്ല പവർഫുൾ ആയിട്ടുള്ള കമ്പ്യൂട്ടറുകളും അതേപോലെ അതിൻ്റെ എക്സ്റ്റൻഷനുകളും ഡേറ്റാ സെൻറ്ററുകളെയും ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെയാണ് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി. സെൽഫ് ഡ്രൈവിംഗ് ടെക്നോളജി, സ്മാർട്ട് നാവിഗേഷൻ, അതേപോലെ കണക്റ്റഡ് വാഹനങ്ങൾ, ഇതെല്ലാം ഇപ്പോൾ പൂർണ്ണമായും AIയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഇപ്പോഴുണ്ടാകുന്ന ഈ ഒരു പുരോഗതിയെല്ലാം സ്ഥിരമായ ഡേറ്റാ പ്രോസസ്സിങ്ങിൽ അധിഷ്ഠിതമാണ്. സ്വാഭാവികമായും ഇതെല്ലാം AIയുടെ വാട്ടർ കൺസംഷൻ കൂട്ടുകയും ചെയ്യുന്നു. ഇതൊക്കെ കാരണം ഉൽപ്പാദകർ അവരുടെ ഓപ്പറേഷൻസ്
കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് പുതുവഴികൾ തേടുകയാണ്. ഇത് ഊർജത്തിൻ്റെ ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, വെള്ളത്തിൻ്റെ ഉപയോഗത്തിൻ്റെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. ആരോഗ്യ രംഗമാണ് AI വാട്ടർ കൺസംഷൻ്റെ ആഘാതം അനുഭവിക്കുന്ന മറ്റൊരു മേഖല. ആശുപത്രികളും റിസർച്ച് സ്ഥാപനങ്ങളും ഇപ്പോൾ മെഡിക്കൽ ഇമേജുകൾ അനലൈസ് ചെയ്യുവാൻ AI ഉപയോഗിക്കുന്നു. പേഷ്യൻ്റ് ഔട്ട്കം പ്രഡിക്റ്റ് ചെയ്യുവാൻ, പുതിയ ചികിത്സാ രീതികൾ വികസിപ്പിക്കുവാൻ ഒക്കെ AI ഉപയോഗിക്കുന്നു. ഈ ഒരു ടാസ്കുകൾ നിർവഹിക്കുവാൻ റിമോട്ട് ഡാറ്റ സെൻ്ററുകൾ നൽകുന്ന സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടിംഗ് പവർ ആവശ്യമാണ്. മെഡിക്കൽ ഡാറ്റ ഉയരുന്നതിനോടൊപ്പം ആരോഗ്യ പരിപാലന രംഗവും AI കൂടുതൽ സമന്വയിക്കപ്പെടുന്നു. ഇവിടെയും സ്വാഭാവികമായും സിസ്റ്റമെല്ലാം തണുപ്പിക്കുവാൻ ആവശ്യമായ വെള്ളത്തിൻ്റെ അളവും കൂടുന്നു. ജനറ്റിക്സ് മുതൽ കാലാവസ്ഥാ മോഡലിംഗ് വരെയുള്ള റിസർച്ച് ലാബ്സ് ഒക്കെയും AI ഡ്രിവൺ അനാലിസിസിനെയാണ് ആശ്രയിക്കുന്നത്. അതും വെള്ളത്തിൻ്റെ സ്രോതസ്സുകളെ കഷ്ടപ്പെടുത്തിക്കൊണ്ട്, ബുദ്ധിമുട്ടിച്ചുകൊണ്ട്. ഇവിടെയും ആരോഗ്യരംഗവും ഗവേഷണ സ്ഥാപനങ്ങളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആനുകൂല്യങ്ങൾ പരമാവധി ഹാർനസ് ചെയ്യുന്നതിനോടൊപ്പം അവരുടെ പാരിസ്ഥിതികമായ ഉത്തരവാദിത്തങ്ങളും മറന്നുകൂടാ. AIയുടെ വെള്ള ഉപഭോഗത്തിൻ്റെ പാരിസ്ഥിതിക ആഘാതങ്ങൾ എന്തെല്ലാമാണ്? അപ്പോൾ AI ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക ആഘാതങ്ങൾ ദൂരവ്യാപകവുമാണ്. ഇതാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ അഭിമുഖീകരിക്കുവാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വെള്ളത്തിനോടുള്ള ദാഹവും അത് ഇക്കോസിസ്റ്റത്തിലും കമ്മ്യൂണിറ്റിയിലും സുസ്ഥിര ഊർജത്തിൻ്റെ ഭാവിയിലും ഉണ്ടാക്കാൻ പോകുന്ന ഒലികൾ എങ്ങനെയാണെന്നും നമുക്ക് നോക്കാം. എല്ലാ AI മോഡലുകൾക്കും അളവറ്റ തോതിലുള്ള ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുവാൻ ശക്തിയേറിയ പവർഫുൾ കമ്പ്യൂട്ടറുകൾ ആവശ്യമായി വരും. ഈ കമ്പ്യൂട്ടറുകളെല്ലാം വലിയ അളവിലുള്ള താപം ജനറേറ്റ് ചെയ്യുന്ന ഡാറ്റാ സെൻറ്ററുകളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഈ കമ്പ്യൂട്ടറുകളും വെള്ളം ഉപയോഗിച്ചുള്ള കൂളിംഗ് സിസ്റ്റമാണ് ഉപയോഗിക്കുക. വെള്ളം ചൂട് ആഗിരണം ചെയ്യുവാനായി പൈപ്പുകളിലൂടെ പമ്പ് ചെയ്യുന്നു. അതിനുശേഷം ആ കൊടും ചൂടുള്ള വെള്ളത്തെ തിരിച്ച് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് തന്നെ തിരിച്ച് റിലീസ് ചെയ്യുന്നു. അനുസ്യൂതം നടക്കുന്ന ആ പ്രോസസ്സ് ഏതൊരു പ്രദേശത്തെയും ലക്ഷക്കണക്കിന് ഗ്യാലൻ വെള്ളത്തെ ഓരോ വർഷവും വറ്റിച്ചു കൊണ്ടിരിക്കും. നേരത്തെ തന്നെ വെള്ളത്തിൻ്റെ ഷോർട്ടേജ് ഉള്ള ഇടങ്ങളിലാണെങ്കിൽ നിശബ്ദമായ ഈ വെള്ളത്തിൻ്റെ ഊറ്റൽ നമ്മുടെ നദികളിലും തടാകങ്ങളിലും അതേപോലെ ഭൂഗർഭ ജലസ്രോതസ്സുകളിലേക്കുമൊക്കെ അധികരിച്ച സമ്മർദ്ദം ഉണ്ടാക്കും. നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കൂടുതൽ ആശ്രയിക്കുമ്പോൾ ഈ ഡാറ്റാ സെൻറ്ററുകൾക്ക് ആവശ്യമായി വരുന്ന വെള്ളത്തിൻ്റെ അളവും കൂടും. എങ്ങനെയാണ് നമ്മുടെ ഡിജിറ്റൽ ലോകത്തെ ശീതീകരിച്ചു നിർത്തുവാൻ സാധിക്കുക എന്നതായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ചിന്തകൾ. ഡാറ്റാ സെൻറ്ററുകളെ ശീതീകരിച്ചു നിർത്തുവാൻ പ്രകൃതിജന്യമായ വെള്ളത്തെ ആശ്രയിക്കുമ്പോൾ ആ ജലസ്രോതസ്സ് വറ്റിപ്പോവുക മാത്രമല്ല സംഭവിക്കുക, അത് ചുറ്റുമുള്ള പരിസ്ഥിതിയിലും വലിയ ഒരു അടയാളം ഇട്ടിട്ടാകും പോവുക. നദികളും തടാകങ്ങളും വറ്റി വരണ്ടേക്കാം, നമ്മുടെ തണ്ണീർത്തടങ്ങൾ ഉണങ്ങി വറ്റി വരണ്ടേക്കാം. മാത്രമല്ല നദികളിലെ മത്സ്യസമ്പത്ത്, പക്ഷികൾ, അതേപോലെ വൃക്ഷ ലതാദികൾ ഇവരെയെല്ലാം താങ്ങി നിർത്തുന്ന ആ ഒരു ഡെലിക്കേറ്റ് ബാലൻസ് നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം. ഡാറ്റാ സെൻറ്ററുകളിൽ നിന്നും നദികളിലേക്ക് പുറന്തള്ളപ്പെടുന്ന ചൂടുള്ള വെള്ളം നദികളിലെ ജലത്തിലെ ജൈവ സമ്പത്തിൻ്റെ അതിജീവനം ദുസ്സാധ്യമാക്കുന്നു. ഹാബിറ്റാറ്റിൽ അതുണ്ടാക്കുന്ന ചെറു ചലനങ്ങൾ പോലും ചില സ്പീഷീസുകളുടെ ജീവനം ദുസ്സഹമാക്കുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം കാണുന്നത് പോലെയാകില്ല അതിൻ്റെ റിപ്പിൾ എഫക്റ്റ്. ഇങ്ങനെയുള്ള വെള്ളത്തിൻ്റെ ഉപയോഗവും തിരിച്ചുമുള്ള പുറംതള്ളലും കുറേ കാലം കൊണ്ട് ഇക്കോസിസ്റ്റത്തിൽ ഉണ്ടാക്കുവാൻ പോകുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. അത് ഇറിവേഴ്സിബിൾ ആണ്. AI വളരും തോറും നമ്മുടെ പ്രകൃതിയിൽ അതിൻ്റെ ഫുട് പ്രിൻറ്റും വളരുന്നു. ഇതിൻ്റെ ആഘാതം പ്രകൃതിയിൽ മാത്രമല്ല, ഡാറ്റാ സെൻറ്ററുകൾക്ക് ചുറ്റും താമസിക്കുന്ന ജനങ്ങളും ജലത്തിൻ്റെ അതേ സ്രോതസ്സുകളെ തന്നെ ആശ്രയിക്കുന്നത് നിമിത്തം അവർ തമ്മിലുള്ള മത്സരം ഒരുപക്ഷെ കടുത്തതായേക്കാം. പുതിയ ഡാറ്റാ സെൻറ്ററുകൾ വരുന്നത് ജലലഭ്യതയെക്കുറിച്ചും അതുണ്ടാക്കാൻ പോകുന്ന വരൾച്ചയെക്കുറിച്ചുമുള്ള ആശങ്കകൾ ഇപ്പോൾ തന്നെ ഉയർന്നു വരുന്നുണ്ട്. കർഷകർ, കുടുംബങ്ങൾ, ബിസിനസ് എല്ലാവരും വിശ്വാസയോഗ്യമായ ക്ലീൻ വാട്ടറിനെ ആശ്രയിക്കുമ്പോൾ വലിയ ടെക് കമ്പനികൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ലോക്കൽ ജല ലഭ്യതയെ ചൂഷണം ചെയ്യുവാൻ ആരംഭിക്കുമ്പോൾ അവിടങ്ങളിലെ സംഘർഷം രൂപപ്പെടുവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇവിടെ സുതാര്യതയും വലിയൊരു വിഷയമായി വന്നേക്കാം. കാരണം കമ്മ്യൂണിറ്റികൾക്ക് ടെക് കമ്പനികൾ എത്രമാത്രം ജലം ഉപയോഗിക്കുന്നു എന്നറിയുവാൻ മാർഗങ്ങൾ ഉണ്ടാകില്ല. മാത്രമല്ല അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ എന്താണ് ഈ കമ്പനികളെല്ലാം ചെയ്യുവാൻ പോകുന്നത് എന്നും അറിയുവാൻ യാതൊരു സാധ്യതയും ഉണ്ടാകാൻ ഇടയില്ല. സന്തോഷകരമായ വാർത്ത എന്താണ് എന്ന് വെച്ചാൽ AI സൃഷ്ടിക്കുന്ന ജല ആഘാതത്തെക്കുറിച്ച് എല്ലാവരും ഇപ്പോൾ ബോധവാന്മാരാണ്. ജലത്തിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട് കൂടുതൽ പ്രവർത്തനക്ഷമമായ കൂളിംഗ് സിസ്റ്റം എങ്ങനെ സാധ്യമാക്കാം എന്നതിനെ സംബന്ധിക്കുന്ന പുതിയ വഴികൾ തേടുകയാണ് കമ്പനികളും ഗവേഷകരും.
ചില ഡേറ്റാ സെൻറ്ററുകൾ എയർ ബേസ്ഡ് കൂളിംഗ് സിസ്റ്റത്തെ ആശ്രയിക്കുവാൻ ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ ജലം റീസൈക്കിൾ ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയിട്ടുമുണ്ട്. മറ്റു ചില ഡേറ്റാ സെൻറ്ററുകൾ കുറഞ്ഞ എനർജിയും വെള്ളവും മാത്രം മതിയാകുന്ന തണുപ്പുള്ള പ്രദേശങ്ങളിൽ ഇപ്പോൾ സ്ഥാപിക്കുന്നുമുണ്ട്. ലോകത്താകമാനം എത്ര AI ഡേറ്റാ സെൻറ്ററുകൾ ഉണ്ട് എന്ന കണക്ക് കൃത്യമായി ലഭ്യമല്ല. എന്നിരുന്നാലും 11,800 ഡേറ്റാ സെൻറ്ററുകൾ ഇപ്പോൾ ഉണ്ട് എന്ന് അനുമാനിക്കപ്പെടുന്നു. ഇന്ത്യയിലേക്കും ഗൂഗിളും NTTയുമെല്ലാം വൻ തോതിലുള്ള നിക്ഷേപം നടത്തി തുടങ്ങിയിട്ടുണ്ട്. ഈ ടെക് ഭീമന്മാരെല്ലാം അവരുടെ രാജ്യങ്ങളിൽ നിന്നും താരതമ്യേന ചെറിയ രാജ്യങ്ങളിലേക്ക് AI ഡേറ്റാ സെൻറ്ററുകൾ മാറ്റുവാൻ പദ്ധതി ഇടുന്നുണ്ട്. ഇന്ത്യയും അതിൽ ഉൾപ്പെടും. മുംബൈ, ബംഗളൂരു, വിശാഖപട്ടണം ഇവിടങ്ങളെല്ലാം ഇവർ വരുന്നതിനെ സർവാത്മന നമ്മൾ വിദേശ നിക്ഷേപം എന്ന മട്ടിൽ സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരുടെ എല്ലാം കണ്ണ് നമ്മുടെ നാട്ടിലെ ജലസ്രോതസ്സുകളിൽ തന്നെയാണ്. വിശാഖപട്ടണം ഒരു $15 ബില്യൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹബ്ബാകുന്നു എന്ന മട്ടിൽ കൊട്ടിഘോഷിക്കപ്പെട്ട വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. നല്ലത് തന്നെയാണ്. ഗ്ലോബൽ AI റേസിൽ ഇന്ത്യയുടെ പൊസിഷനെ അത് റീഡിഫൈൻ ചെയ്യുമെന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ സത്യം അതും മാത്രമല്ല. നമ്മുടെ ജലസ്രോതസ്സുകളെ ലക്ഷ്യമിട്ടാണ് ഈ ഭീമന്മാരുടെ വരവ്. അതുകൊണ്ട് തന്നെ ആഗോള ഭീമന്മാരുടെ ഡേറ്റാ സെൻറ്ററുകൾ തണുപ്പിക്കൽ പരിപാടി ഇന്ത്യയിൽ പ്രാദേശിക തലത്തിലുള്ള കുടിവെള്ള ലഭ്യതയെയും കാർഷിക ആവശ്യത്തിനുള്ള ജലലഭ്യതയെയും ദോഷകരമായി ബാധിക്കും എന്ന് ഉറപ്പാണ്. സാങ്കേതിക പുരോഗതിക്ക് നേരെ മുഖം തിരിച്ചു നിൽക്കുകയോ അതിനെ തടസ്സപ്പെടുത്തുകയോ ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. നേരെ മറിച്ച് മനുഷ്യനും നിർമ്മിത ബുദ്ധിയും പരസ്പര സഹവർത്തിത്വത്തിലൂടെ മുന്നോട്ട് പോകുവാനും അതുണ്ടാക്കുവാൻ പോകുന്ന പാരിസ്ഥിതിക സാമൂഹിക പ്രശ്നങ്ങൾ നമ്മൾ വേണ്ട വിധം അഭിസംബോധന ചെയ്യുന്നുണ്ടോ എന്ന് തിരിച്ചറിയുവാനും വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.